അപകട മേഖലയിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഗൗരവത്തോടെ വിഷയമാണ്. ഇക്കാര്യത്തിൽ രാവിലെ വാഴൂർ മുതൽ ജില്ലാ അതിർത്തി മുതൽ വിവിധ കേന്ദ്രങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടാണ് സംഘത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി നിലയിൽ ഇതിൽ എന്ത് തീരുമാനങ്ങളാണ് ഇപ്പോൾ നിലവിലെടുക്കുന്നത്? ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇന്ന് സംയുക്ത പരിശോധന നടത്തുന്നത്. പോലീസിന്റെ മീഡിയുണ്ട്, ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റി അടക്കം PW അടക്കം ഇത് ഒരു സ്ഥലങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സംയുക്ത പരിശോധന നടത്തുന്നത്. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. പരിശോധന സൂചക ബോർഡുകളിൽ മാത്രം എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? CA അടക്കമുള്ളവരുണ്ട്, പിന്നെ MVD ഉണ്ട്. ഇത് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള നിലയിൽ പ്രപ്പോസൽ തയ്യാറാക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ അടിയന്തര പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ സംയുക്ത പരിശോധന ഇപ്പം നടത്തുന്നത്. അത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് അത് അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ളവർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നത്. ഇത് സാധ്യമാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത്തരം നടപടികൾ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ അപകട സൂചിപ്പിക്കുന്ന ബോർഡുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? അപകടം സൂചിപ്പിക്കുന്ന ബോർഡുകൾ മാത്രമല്ല, ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള കാര്യമാണ് പരിശോധിച്ചിരിക്കുന്നത്. അത് സാങ്കേതികമായുള്ള വിഷയങ്ങളാണ്. അത് പരിശോധിച്ച് അതിന് ഉന്നതതലത്തിലേക്കുള്ള പ്രപ്പോസലാണ് ബോർഡുകൾ മാത്രമല്ല, ലൈറ്റുകൾ, ക്യാമറകൾ അടക്കമുള്ള കാര്യങ്ങൾ. ആ നിലയിലേക്കുള്ള പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനാണ് സംഭവിച്ചിട്ടുള്ളത്. അവരാണ് പരിശോധിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞ സാധനം അവിടെ എന്തെങ്കിലും പ്രപ്പോസ് ചെയ്ത് നോക്കണം. നടക്കണമെങ്കിൽ നടക്കട്ടെ. ഇത് അതിന്റെ പുറകേക്ക് വരുമോ? നടന്നില്ലെങ്കിൽ മറ്റന്നായാലും മതി. അസുഖം അയ്യോ ഡബിൾ ലൈൻ ഓവർടേക്കിംഗ് പാടില്ലാത്ത ലൈനാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ നടപടികൾ ഉണ്ടാകും. ബ്രേക്ക് ചെയ്തില്ല. അവിടെ